എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫുഡ് ആൻഡ് ട്രിപ്സിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ഉപയോഗിച്ചുള്ള ഒരു കുക്കീസാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുക്കീസിൻ്റെ മാവിനാവശ്യമായുള്ളത് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 നുള്ളു ഉപ്പ്, പിന്നെ മുട്ടയും വേണം. അത് 1 മുട്ട മുഴുവനായും 1 മുട്ടയുടെ യോക്ക് മാത്രവുമാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ അല്പം പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മാവ് കുഴയ്ക്കുമ്പോൾ സോഫ്റ്റ്നെസ് പോരെന്ന് തോന്നിയാൽ മാത്രം ചേർക്കാനുള്ളതാണ്. ഇനി ഡേറ്റ്സ് ഫില്ലിങ്ങിന് ആവശ്യമുള്ളത് ഒരു 200 ഗ്രാം ഡേറ്റ്സ് കുരു കളഞ്ഞതാണ്. ഡേറ്റ്സ് പേസ്റ്റായിട്ട് വാങ്ങാൻ സാധിക്കുമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും കൂടി വേണം. ആദ്യം നമുക്ക് ഡേറ്റ്സ് പേസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായി സീഡ്സ് കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സ് ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് ആവി കയറ്റാനുള്ള ഡേറ്റ്സ് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഒരു 15 മിനിറ്റ് ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ ആവി കയറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും കുക്കീസിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കോൺഫ്ലവറും ഉപ്പും കൂടി ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചാണെങ്കിലും ബീറ്റ് ചെയ്തെടുക്കുക. ഇനി വിസ്കു ഇല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിൽ ഇട്ടാണെങ്കിലും ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇലക്ട്രിക് ബീറ്റർ ആയതുകൊണ്ട് മുട്ട വളരെ ക്വിക്കായാണ് പതഞ്ഞു വരുന്നത്.
ഇതിപ്പോൾ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടറും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. അടുത്തതായി ബീറ്റ് ചെയ്തെടുത്ത ഈ മിക്സ്ചർ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരു സ്പാറ്റുല കൊണ്ട് മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. മാവൊന്ന് സോഫ്റ്റ് ആക്കാനായി അല്പം പാലും കൂടി ചേർക്കുകയാണ്. മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ അളവിൽ മാത്രമേ പാല് ചേർത്ത് കൊടുക്കാവൂ. കണ്ടില്ലേ, ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗ ആണ് നമുക്ക് ആവശ്യം. ഇതിനി നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. സ്കിൻ ഇപ്പോഴും ഹാർഡാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യാം. എൻ്റെ ഡേറ്റ്സ് നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കിൻ കളയാതെ തന്നെ മാഷ് ചെയ്തെടുക്കുകയാണ്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഈസിയായി മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കറുവാപ്പട്ട പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അവൻ നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായി സെറ്റ് ചെയ്യാം. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മാവിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് അതൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഇനി ഡേറ്റ്സ് ഫില്ലിങ്ങിൽ നിന്ന് അല്പം എടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയ ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിനി പരത്തിയ ഈ മാവിലേക്ക് വെച്ച് പതിയെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗം മുറിച്ച് മാറ്റിയ ശേഷം വീണ്ടും ഇതൊന്ന് റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഈക്വൽ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഇതുപോലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ കുക്കീസ് എല്ലാം ബേക്ക് ചെയ്യാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇവയോരോന്നും ബട്ടർ പേപ്പർ വെച്ച ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഈ ട്രേയിൽ അല്പം ഓയിലോ ബട്ടറോ തടവിയ ശേഷം കുക്കീസ് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാകും. ഇതിനി പ്രീഹീറ്റഡ് ആയി ഇരിക്കുന്ന അവനിലേക്ക് വെച്ച് കൊടുക്കാം. $180°C ഒരു 12 തൊട്ട് 15 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ അവൻ്റെയും സെറ്റിങ്സിൽ വ്യത്യാസമുണ്ടാകും, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. കുക്കീസ് ഏകദേശം റെഡി ആയെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറൊക്കെ ആയി നല്ല സൂപ്പറായി നമ്മുടെ കുക്കീസ് വന്നിട്ടുണ്ട്. ബിസ്ക്കറ്റും കുക്കീസും ഒക്കെ അവനിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ മാത്രമാണ് കുക്കീസ് അല്പം ഹാർഡായി ശരിക്കുള്ള ടെക്സ്ചറിലായി വരുന്നത്. ഫൈനലി നമ്മുടെ ഡേറ്റ് കുക്കീസ് എല്ലാം ചൂടാറി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്.
ഇതാ നോക്കൂ, ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളി ഡേറ്റ്സ് കുക്കീസ് വീട്ടിൽ തന്നെ എത്ര എളുപ്പത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.